ഹായ് ഓൾ. ഞാനൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കൊരു ഡോഗ് ഉണ്ടായിരുന്നു, ജിങ്കു എന്നാണ് പേര്. ആൾ ഇന്നലെ രാത്രി മരിച്ചു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ആൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഷിവറിങ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷമാണ് മരിച്ചത്. ഞാനതല്ല പറയാൻ വന്നത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ആൾക്ക് വയ്യാണ്ടായിട്ട് ഞാൻ ഇന്നലെ തൃശ്ശൂർ വിളിക്കാതെ ഡോക്ടർമാരുണ്ടായിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടറെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ വെറ്റിനറി ഇന്നലെ എല്ലാ ക്ലിനിക്കുകളും മുടക്കായിരുന്നു. ഡോക്ടേഴ്സൊന്നും കിട്ടിയില്ലായിരുന്നു. നമ്മൾ ഇത്ര പുരോഗമനം പറയുന്നുണ്ടെങ്കിലും ഒരു വിലയില്ലാത്ത ചില ഡോക്ടർമാരോട് സംസാരിച്ച് ഞാനിങ്ങനെ എൻ്റെ ഡോഗിൻ്റെ സിറ്റുവേഷൻസ് പറയുമ്പോൾ ഒരു ഭയങ്കര ലാഘവത്തിൽ അതിനി പൊക്കോളും അങ്ങനത്തെ ഒരു ഇതിലൊക്കെ സംസാരിക്കണ്ടായത്. എല്ലാവർക്കും പറയുമ്പോൾ ഇതൊരു ഡോഗായിരുന്നു. പക്ഷെ എനിക്കത് എനിക്കതല്ല, എൻ്റെ ഫാമിലിയിൽ ഭയങ്കര ഞങ്ങളെ തന്നെ വീട്ടിലൊരു അംഗത്തെ പോലെയായിരുന്നു. ആൾക്ക് ഷിവർ ചെയ്തിട്ട് ഞാൻ ഒരു 12:30 ആൾക്കിങ്ങനെ കൂട്ടിലിരുന്ന് ഷിവർ ചെയ്യായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കൂട്ടിന് പുറത്തിട്ട് കുറേ ക്ലിനിക്കിലൊക്കെ പോയി. കുറേ ടൈം കഴിഞ്ഞു. അവസാനം ഒരു ഡോക്ടറെയും കിട്ടാണ്ടായപ്പോൾ ഞങ്ങളൊരു 2 മണി 3 മണി ആ സമയം വരെ ആൾ കിടന്ന് ഇങ്ങനെ ഭയങ്കര ഷിവറിങ്. ഫസ്റ്റ് ഞങ്ങൾക്ക് പാമ്പ് കടിച്ചതാണോ ഓരോരുത്തർ ഓരോന്നും പറയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ 3 മണിയൊക്കെ ആയപ്പോഴാണ് വെറ്റിനറി ഹോസ്പിറ്റലിൽ മണ്ണുത്തിൽ കൊണ്ടുപോകുന്നത്. മണ്ണുത്തിൽ എൻ്റെ വീട് കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മണ്ണുത്തിലേക്ക് ഞങ്ങൾക്ക് അത്ര ലോങ്ങാണ്. ഞാൻ ഇവിടെ ഒന്നും ഒരു ഡോക്ടർമാരെയും കിട്ടാണ്ടായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഓൾമോസ്റ്റ് കുറേ ഡോക്ടർമാർ എൻ്റെ ഇവിടെ തന്നെ 2-3 ക്ലിനിക്സ് ഉണ്ട്. അവിടെയൊക്കെ ഡോക്ടർമാരെ കിട്ടാനില്ല. വിളിക്കാനും അവർക്കൊരു ഇതില്ലാത്ത പോലെ സംസാരിക്കുന്നുണ്ടായത്. എന്നിട്ടാണ് ഞാൻ മണ്ണുത്തിൽ വെറ്റിനറിയിൽ കൊണ്ടുപോകുന്നത്. മണ്ണുത്തി വെറ്റിനറി കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഗ്ലൂക്കോസ് ലെവൽ താന്നതാണ്. എന്താ റീസൺ എന്ന് അവർക്കറിയില്ല. അത് സ്റ്റേബിൾ അപ്പോൾ ചെന്ന സമയത്ത് 100 ലെവൽ അങ്ങനെ വേണ്ടതായിരുന്നു. ജിങ്കുന് 20 ലെവലായിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെ നാക്കൊക്കെ നീല കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെന്നപ്പോൾ തന്നെ ഗ്ലൂക്കോസ് ലെവൽ കയറാൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷെ കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സ്റ്റേബിളായിട്ട് അവർ പറയാമെന്ന് പറഞ്ഞു. സ്റ്റേബിളായിട്ട് ആൾക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്സിജനിലാണ് ആൾ ശ്വസിച്ചുകൊണ്ടിരുന്നുണ്ടായത്, ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട്. അവർ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ സ്റ്റേബിളായിട്ടുണ്ട്, പോയിട്ട് നിങ്ങൾ നാളെ കൊണ്ടുവന്നാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്സിജൻ ഊരിക്കഴിഞ്ഞ് എനിക്കറിയാം, ഞാൻ കൊണ്ടുപോയ കണ്ടീഷൻ ആൾക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല, ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെ സർവൈവ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ പറഞ്ഞു അവർക്കവിടെ കിടത്താൻ പറ്റില്ല, കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഒരു നാളെ 9 മണിക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അവർക്കൊന്ന് തിരക്കായിരുന്നു പറഞ്ഞു വിടാനായിട്ട്. ചിലപ്പോൾ അവർക്ക് സൺഡേ ആണ്, അവർക്കും ക്ലോസ് ചെയ്യേണ്ട സമയം, അവർക്ക് അവിടെ കിടത്താൻ ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ വേറെ തൃശ്ശൂർ ഒരുപാട് ഓപ്ഷൻസ് നോക്കിയത്, പക്ഷേ എവിടെയും കിട്ടുന്നുണ്ടായി.